പോപ്പുലേഷനുള്ള മലപ്പുറം ജില്ലയിൽ ഒരു ഹിന്ദുവിന്റെ മൂക്കിന് നേരെ ഒരു വിരൽ ചൂണ്ടി സംസാരിക്കാത്ത മുസ്ലിങ്ങളുടെ പക്വത എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ ഞാൻ ഒരു കാര്യം പറയുന്നു, ഇവിടെ ഹൈന്ദവർ ജീവിക്കുന്നു വർഷങ്ങളായി, ഒരു പ്രശ്നക്കാരുമല്ല അവർ. മുസ്ലിങ്ങൾ ജീവിക്കുന്നവരുടെ ഒരു പ്രശ്നക്കാരല്ല. എന്നാൽ തീവ്രവാദികളോ ഭീകരവാദികളോ, ഞാൻ ഈ പറഞ്ഞ മാസ് സൈക്കോളജി ഓഫ് ഫാസിസം എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കപ്പെട്ട അസഹ്യത എന്ന മാരക രോഗം പിടിപെട്ടവർ, അവരേത് സമൂഹത്തിലുണ്ടോ അവരാ രോഗത്തിന്റെ ഉടമകളാണ്. അവരെ മതം നോക്കിയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. ആണോ? ഏതെങ്കിലും അതിവിദഗ്ധനായ ഒരു ഡോക്ടർ ഉണ്ടോ? ഒരുത്തന്റെ മതവിശ്വാസം അനുസരിച്ച് അവന്റെ രോഗത്തെ ചികിത്സിക്കുന്നു, എയ്ഡ്സിനെ ചികിത്സിക്കുന്നു, എബോളയെ ചികിത്സിക്കുന്നു, സിഫിലിസിനെ ചികിത്സിക്കുന്നു, ക്യാൻസറിനെ ചികിത്സിക്കുന്നു. ആ രോഗം എന്താണോ അതിനെ വേരോടെ പിഴുതെറിയുക എന്ന കർമ്മമാണ്. അവിടെയും ഉണ്ട് പ്രയോഗം. അതെന്താ? രോഗിയോടല്ല വെറുപ്പ്, രോഗത്തോടാ വെറുപ്പ്. ഇവിടെ സംഘപരിവാരങ്ങളോടോ തീവ്രവാദ ഗ്രൂപ്പുകളോടോ നമുക്കുള്ള പ്രശ്നം എന്താ? ആ ആശയം അപകടകരമാണ്. ആർക്ക്? അവർക്ക്. ലോകത്തൊന്നാമതായി ഏറ്റവും വലിയ അപകടം അവർക്കാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കാലിഫോർണിയയിലെ ഏറ്റവും ലേറ്റസ്റ്റ് പഠനങ്ങളിൽ 2 പഠനങ്ങളിൽ ഒന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത തീവ്രവാദികൾക്കാകുന്നു എന്ന പഠനം. അറ്റാക്ക് ഉണ്ടാകും ഒരാൾക്ക്, സൈലന്റ് അറ്റാക്ക് ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടാകുന്നത്, മനസ്സമാധാനം നഷ്ടപ്പെട്ട് മരിച്ചു പോകുന്നത് തീവ്രവാദികളാകുന്നു എന്ന പുതിയ പഠനങ്ങൾ. അത് ചെറിയ കാര്യമൊന്നുമല്ല. നമ്മളിപ്പോ തീവ്രവാദം ആർക്കെതിരെ? ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകൾ ബാക്കിയുള്ളവർക്ക് അവർക്കെതിരെയാണ്. അവർക്ക് എന്ത് സമാധാനമുള്ളത്? ലോകത്ത് ഏതെങ്കിലും ഒരു മോഷ്ടാവിന് മോഷ്ടിച്ച വസ്തു കയ്യിലുള്ള കാലം സമാധാനം ഉണ്ടായിട്ടുണ്ടോ? എയർപോർട്ടുകളിലൂടെ കടന്നു വരുന്ന മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾക്ക് എയർപോർട്ട് കടന്നു വരുന്നവരെ സമാധാനമുണ്ടോ? എയർപോർട്ടിന്റെ വഴിയിൽ ഇറങ്ങിയത് കൈകാര്യം ചെയ്യുന്നതുവരെ സമാധാനമുണ്ടോ? അത് കൈകാര്യം ചെയ്ത് വിട്ടും അത് തിരിച്ചെടുത്തും കൊടുത്തും എത്തിക്കേണ്ട കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതുവരെ എന്ത് മനസ്സമാധാനമാണ് പ്രിയപ്പെട്ടവരെ മയക്കുമരുന്നിന്റെ മാഫിയ സംഘങ്ങൾക്കുള്ളത്? ലോകത്തെ ഏറ്റവും കൂടുതൽ അസമാധാനം ഏറ്റുവാങ്ങുന്നത് തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. അതിന് വിറ്റ് കാശുണ്ടാക്കുന്നത്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എല്ലാവരുടെയും സമാധാനമാണ് ഇല്ലാതാവുന്നത്. ക്ലാസ് മുറിയിൽ ചെന്നു, അസംബ്ലിയിൽ എനിക്ക് ഓർമ്മയുണ്ട്, മലയാള വർമ്മ, കേരളത്തിൽ അറിയപ്പെട്ട നാടകാചാര്യനായ വർമ്മ സാർ എന്റെ ഗുരുനാഥനായി. മലയാളത്തിന്റെ നമ്പൂരി സാർ കേരളത്തിൽ അറിയപ്പെട്ട മലയാളാധ്യാപകൻ എന്റെ മലയാളാധ്യാപകനായിരുന്നു. ഞാൻ പിച്ച വെച്ച് വളർന്ന സ്കൂളിന്റെ പടിവാതിക്കൽ ചിരിച്ചും കളിച്ചും എന്റെ ബാബുവും എന്റെ സുരേഷും എന്റെ ദിലീപും ഒന്നിച്ചു വളർന്ന ഓർമ്മകളിൽ നിന്ന് ഇന്ന് ദിലീപ് കടന്നു പോകുമ്പോൾ എന്റെ ക്ലിപ്പ് കട്ട് ചെയ്ത് കേൾപ്പിച്ചതിന്റെ വൈകാരികതയിലാണ് എന്റെ ദിലീപ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാലം മാറി, അണുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒന്നാമതായി, രണ്ടാമതായി, മൂന്നാമതായി, അവസാനമായി ഞാനൊരു മുസൽമാനാണ് എന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പ്രഖ്യാപിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ആ പ്രഖ്യാപനം ഓർത്തുകൊണ്ട് ഈ ഗാന്ധി പാർക്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന പോർബന്തറിൽ ജനിച്ച എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ച ഇവിടുത്തെ 41 കോടി മനുഷ്യരും ഡ്രസ് ധരിക്കാതെ ഞാൻ ഡ്രസ് ധരിക്കില്ലെന്ന് പറഞ്ഞ് ബാരിസ്റ്റർ ജോലി ഉപേക്ഷിച്ച് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കോട്ട് വലിച്ചെറിഞ്ഞ് അർദ്ധനഗ്നനായി വന്ന പോർബന്തറിലെ ഗുജറാത്തിലെ മഹാത്മാഗാന്ധിയുടെ നെഞ്ചകത്തെ ആവേശദായകമായ ഇന്ത്യ എന്ന അതിമനസ്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഭാരതീയരെ അറിയുക, ഭീതിതമായ ദിനങ്ങളാണ് വരും നാളുകളിൽ സമ്മാനിക്കുന്നതെങ്കിൽ, സൗഹൃദത്തിന്റെ പൂച്ചെണ്ടകളാണ് തകർക്കപ്പെടുന്നതെങ്കിൽ, വിശ്വസാഹോദര്യം ഉദ്ഘോഷിച്ച അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ സ്വാമി വിവേകാനന്ദൻ വിളിച്ചു പറഞ്ഞ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന വാചകം എങ്ങനെ ഉണ്ടായതാ? നമ്മുടെ കലാലയങ്ങളുടെ മുറ്റത്ത് പിഞ്ചു പൈതങ്ങൾ വേച്ചുവേച്ചു നടന്നുവന്ന് അവിടെ നിന്നുകൊണ്ട് അധ്യാപകർ പ്രഖ്യാപിച്ചു കൊടുത്ത, ചെല്ലിപ്പിച്ചു കൊടുത്ത ഇന്ത്യയിലെ ഓൾ ഇന്ത്യൻ സാർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന പ്രഖ്യാപനം ഇന്ത്യയിലെ മുഴുവൻ ആളുകളും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന പ്രഖ്യാപനം ഇനി എത്ര കാലം മുഴക്കപ്പെടും ഇവിടെ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ. ഇക്കണ്ടതാണ് ഇന്ത്യയെങ്കിൽ ആ സായിപ്പിനെ നാം എന്തിനാട്ടി ഓടിച്ചു എന്ന് പൂന്താനം പറഞ്ഞത് ചുമ്മാതല്ല. കണ്ടതാണ് ഇന്ത്യയെങ്കിൽ ആ സായിപ്പിനെ നാം എന്തിനാട്ടി ഓടിച്ചു. ഞാൻ ആത്മാർത്ഥമായി ചോദിച്ചോട്ടെ,
ഞാൻ